എല്ലാവർക്കും PSC വോയേജറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മെയ് 24-ന് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ പ്രൊവിഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചിട്ടുള്ള ആൻസേഴ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കോഡ് A ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ എല്ലാവരും ആൻസേഴ്സ് ഒന്ന് നോക്കുക. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കി വരാം. ഒന്നാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ ഏതെല്ലാമാണ് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ് PSC ആൻസർ കൊടുത്തിരിക്കുന്നത്. 1, 3, 4 മാത്രം. അതായത് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി, വിയറ്റ്നാം യുദ്ധം, നാറ്റോയുടെ രൂപീകരണം, ഇവ മൂന്നുമാണ് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. രണ്ടാമത്തെ ചോദ്യം: മുഗൾ വാസ്തുവിദ്യയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി, തന്നിരിക്കുന്നവയിൽ ഒന്നും ശരിയല്ല. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. മൂന്നാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ഏതാണ് 1947-ലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിന്റെ ഭാഗമല്ലാത്തത്? ഓപ്ഷൻ സി, 4 മാത്രം. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. താഴെ പറയുന്നവയിൽ ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ? TK മാധവൻ, KP കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, CV കുഞ്ഞിരാമൻ. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവരെല്ലാം വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ ആയിരുന്നു. അതായത് നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചുള്ള ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ ബി, 1, 3 മാത്രം. അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. ആറാമത്തെ ചോദ്യം: കേരള ചരിത്രത്തെക്കുറിച്ചുള്ള സ്രോതസ്സുകളെ കുറിച്ചുള്ള ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ ബി, 2, 4 മാത്രം. 2ഉം 4ഉം ശരിയല്ല, 1ഉം 3ഉം ശരിയാണ്. അപ്പൊ ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഡി ആണ്, ഓപ്ഷൻ ബി. ഏഴാമത്തെ ചോദ്യം: നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ, 1, 2, 4 മാത്രം. ഏഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. എട്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം? ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുക, രാഷ്ട്രങ്ങൾക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തിയെടുക്കുക, അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുക, മനുഷ്യാവകാശങ്ങളോടും മൗലിക സ്വാതന്ത്ര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കേരളത്തിലെ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ഓപ്ഷൻ ബി, 1905-ൽ ഡോക്ടർ പൽപ്പു ആണ് സാധുജന പരിപാലന സഭ സ്ഥാപിച്ചത് എന്നതാണ് തെറ്റ്. അത് 1907-ലാണ് സാധുജന പരിപാലന സഭ സ്ഥാപിച്ചത്. ഒമ്പതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. പത്താമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ഏതാണ് 1857-ലെ കലാപത്തിന്റെ ഫലമായി ഉണ്ടായത്? ഓപ്ഷൻ സി, 1, 2, 3 മാത്രം. ബ്രിട്ടീഷ് പാർലമെന്റ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു, ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു, ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടു. ഈ 3 സ്റ്റേറ്റ്മെന്റുമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. പത്താമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. അടുത്ത ചോദ്യം: താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് വലിയ തോതിലുള്ള ദുരന്ത നിവാരണ ആസൂത്രണത്തിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകളുടെ ഒരു പ്രധാന പരിമിതിയെ ഏറ്റവും നന്നായി വിവരിക്കുന്നത്? ഓപ്ഷൻ എ, അവ കൃത്യമായ ഉയരത്തിന്റെ വിശദാംശങ്ങൾ നൽകുന്നു, എന്നാൽ പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഭൂപ്രദേശത്തുണ്ടാകുന്ന തത്സമയ മാറ്റങ്ങൾ കണക്കിലെടുക്കാൻ അവയ്ക്ക് കഴിഞ്ഞേക്കില്ല. 11ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 12ാമത്തെ ചോദ്യം: ഭൂമിശാസ്ത്രപരമായ സമയപരിധിക്കുള്ളിൽ ഒരു ഭൂപ്രദേശത്തെ രൂപപ്പെടുത്തുന്നതിൽ കാലാവസ്ഥയും ഭൂരൂപീകരണ പ്രക്രിയകളും തമ്മിലുള്ള പരസ്പര ബന്ധം ഏറ്റവും നന്നായി വ്യക്തമാക്കുന്ന സാഹചര്യം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി, ഒരു പെരിഗ്ലേഷ്യൽ പ്രദേശം. അവിടെ ആവർത്തിച്ചുള്ള തണുത്തുറയലും ഉരുകലും വസ്തുക്കളുടെ സ്ഥാനചലനത്തിനും ക്രമീകൃത ഭൂതല രൂപീകരണത്തിനും കാരണമാകുന്നു. 12ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം നോക്കാം. ഭാരതത്തിന്റെ ഭൂമിശാസ്ത്രാത്മക സവിശേഷതകൾ മൺസൂൺ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ ഏറ്റവും നല്ല രീതിയിൽ വിശദീകരിക്കുന്നത് ഏത് പ്രസ്താവനയാണ്?
ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. പടിഞ്ഞാറൻ ഘട്ടങ്ങൾ, കിഴക്കൻ ഘട്ടങ്ങൾ, ഹിമാലയങ്ങൾ, ഡെക്കാൻ പീഠഭൂമി എന്നിവ ഒരുമിച്ച് കൂടിയുള്ള ഓറോഗ്രാഫിക് ഫലങ്ങൾ, കാറ്റിന്റെ വഴിതിരിവ്, മഴനിഴൽ മേഖല എന്നിവ വഴി മൺസൂൺ മഴയുടെ പടർപ്പിനെ സ്വാധീനിക്കുന്നു. ഇത് പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു. 13ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 14ാമത്തെ ചോദ്യം, ഭാരതീയ മൺസൂണിന്റെ തീവ്രതയും വ്യത്യാസവും എന്താണ് നിർണ്ണയിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും ഉചിതമായ വിശദീകരണം? ഓപ്ഷൻ ബി, അന്തർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്നതിന്റെ സ്ഥാനമാറ്റം, ജെറ്റ് സ്ട്രീം, ഭൗമശാസ്ത്ര പ്രതിഘാതങ്ങൾ, ENSO സംഭവങ്ങൾ എന്നിവയുടെ സംയുക്ത സ്വാധീനമാണ് ഭാരതീയ മൺസൂൺ രൂപപ്പെടുത്തുന്നത്. 14ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 15ാമത്തെ ചോദ്യം, പാലക്കാട് ചുരത്തിന്റെ പ്രാദേശിക കാലാവസ്ഥയിലും മനുഷ്യ പ്രവർത്തനങ്ങളിലും ഉള്ള വിപുലമായ സ്വാധീനം ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി, ഇത് കാലാവസ്ഥ ഗേറ്റ്വേ ആയി പ്രവർത്തിക്കുന്നു. ഈർപ്പമുള്ള കാറ്റുകൾ മഴ വിതരണത്തെ സ്വാധീനിക്കാനും അതോടൊപ്പം സാമ്പത്തികവും ചരിത്രപരവുമായ ബന്ധങ്ങൾ രൂപപ്പെടുത്താനും സഹായിക്കുന്നു. 15ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 16ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ വരുമാനം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി, ഘടകമൂല്യത്തിൽ അറ്റ ദേശീയ ഉൽപ്പന്നം ഓർ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. 16ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 17, ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഹഠാവോ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടത്? ഓപ്ഷൻ ഡി, 5ാമത്തെ പഞ്ചവത്സര പദ്ധതി. 17ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 18ാമത്തെ ചോദ്യം, നീതി ആയോഗിന്റെ ഘടനയെക്കുറിച്ചുള്ള സത്യമായ പ്രസ്താവന ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി, 1, 3 മാത്രം. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നീതി ആയോഗിന്റെ ചെയർമാനാണ്. നീതി ആയോഗിന്റെ ഭരണസമിതിയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നു. 18ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം നോക്കാം. നികുതി വരുമാനവും നികുതിയേതര വരുമാനവും സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി, 2 മാത്രം. നികുതി വരുമാനം സർക്കാർ നിർബന്ധിതമായി ഈടാക്കുന്ന നികുതികളിലൂടെ ലഭിക്കുന്ന വരുമാനമാണ്. അതേസമയം നികുതിയേതര വരുമാനം സർക്കാർ സേവനങ്ങൾ, ഫീസ്, നിക്ഷേപങ്ങൾ എന്നിവ വഴി ലഭിക്കുന്നതാണ്. 19ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 20ാമത്തെ ചോദ്യം നോക്കാം. വരുമാനക്കമ്മിയും ധനക്കമ്മിയും തമ്മിലുള്ള വ്യത്യാസം ശരിയായി വ്യക്തമാക്കുന്ന പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, റവന്യൂ കമ്മി ഉണ്ടാകുന്നത് റവന്യൂ വരുമാനം റവന്യൂ ചെലവിനേക്കാൾ കുറവാകുമ്പോഴാണ്. അതേസമയം ധനക്കമ്മി പ്രതിനിധീകരിക്കുന്നത് കടബാധ്യത കൂടാതെയുള്ള ആകെ വരവിൽ നിന്ന് അധികമായി വരുന്ന ആകെ ചിലവാണ്. 20ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 21ാമത്തെ ചോദ്യം, എല്ലാ സർക്കാർ സേവനങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ഒരു സംരംഭമാണ് നാഷണൽ ഗവേണൻസ് പ്ലാൻ. താഴെ പറയുന്ന ഏതു വകുപ്പുകളാണ് നാഷണൽ ഗവേണൻസ് പ്ലാൻ രൂപീകരിച്ചത്? ഓപ്ഷൻ ബി, ഓൺലി 1 and 2, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഭരണപരിഷ്കാരങ്ങളുടെയും പൊതുപരാതികളുടെയും വകുപ്പ്. അപ്പോൾ 21ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 22, വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 24 പ്രകാരം കേരള സർക്കാർ ചില സംഘടനകളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ താഴെ പറയുന്ന സാഹചര്യങ്ങൾ വിവരങ്ങൾ നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓൺലി 2 and 3. 22ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 23ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ശരിയുള്ളത്? ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ്. 1985 ഭരണഘടനയിൽ ചേർത്തു. 52ാം ഭേദഗതി നിയമം 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 23ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 24ാമത്തെ ചോദ്യം, വകുപ്പുവൽക്കരണത്തിന്റെ 4 അടിസ്ഥാനങ്ങൾ 4 Ps എന്നറിയപ്പെടുന്നു. അവ ഏതെല്ലാം? ഓപ്ഷൻ സി, ഓൺലി 1, 3 and 4. 24ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 25, 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം. ഓപ്ഷൻ എ, ഓൺലി 1, നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ. 25ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 26ാമത്തെ ചോദ്യം നോക്കാം. 73ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ തിരിച്ചറിയുക. ഓപ്ഷൻ ഡി, 1, 2, 3 and 4. 26ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി.
27ാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തത് ഓപ്ഷൻ സി നവംബർ 26, 1949, ജനുവരി 26, 1950. 27ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 28 ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയത്തിന്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനുള്ള വകുപ്പ് ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 356. 28ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. ഇന്ത്യൻ ഭരണഘടനയിലെ മിനി റിവിഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി ഓപ്ഷൻ സി 42ാം ഭേദഗതി. 29ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. 30ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 31ാമത്തെ ചോദ്യം മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെ താൻ. കുമാരനാശാന്റെ ഏത് കൃതിയിലെ വരികളാണിത്? ഓപ്ഷൻ എ ദുരവസ്ഥ. 31ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടാണ് കടമ്മനിട്ട എന്ന സ്ഥലം പ്രശസ്തമായത്? ഓപ്ഷൻ സി പടയണി. 32ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം എന്ന സാമുദായിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകൻ ആര്? ഓപ്ഷൻ ഡി അയ്യാ വൈകുണ്ഠ സ്വാമികൾ. 33ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 34 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിന് നേടിത്തന്നത് ശ്രീ PJ ആന്റണിയാണ്. സിനിമ ഏത്? ഓപ്ഷൻ സി നിർമാല്യം. 34ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 35ാമത്തെ ചോദ്യം അമ്പ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സമകാലീന മലയാള നോവൽ ഏത്? ഓപ്ഷൻ എ സമുദ്രശില. 35ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ഓപ്ഷൻ ബി കൊടുങ്ങല്ലൂർ. 36ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം ഏത്? ഓപ്ഷൻ ഡി സ്വദേശാഭിമാനി. 37ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 38ാമത്തെ ചോദ്യം ഒളിമ്പിക് സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷം? ഓപ്ഷൻ എ 1920. 38ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. ലിബറോ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി വോളിബോൾ. 39ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. ബംഗ്ലാദേശിന്റെ ദേശീയ കളി ഏത്? ഓപ്ഷൻ ഡി കബഡി. 40ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. താഴെ പറയുന്നവയിൽ സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തവ ഏതാണ്? ഓപ്ഷൻ ഡി മുകളിൽ പറയുന്നവ ഒന്നും അല്ല. 41ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. ഹാർഡ് ഡിസ്ക് എന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് എ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ്. 42ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 43ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് പ്ലാറ്റ്ഫോമാണ് വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി 1, 2, 3 മാത്രം. 43ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 44 ഓൺലൈൻ ഹരാസ്മെന്റ് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ സി സൈബർ ബുള്ളിയിങ്. 44ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. ലാൻ, വാൻ എന്നിവയെ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാമാണ്? ഓപ്ഷൻ എ 1, 2 മാത്രം. 45ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 46ാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തെ സംബന്ധിച്ച ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 1, 3 and 4 എന്നിവ ശരിയാണ്. 46ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 47ാമത്തെ ചോദ്യം പ്രപഞ്ചത്തിലെ ഓരോ കണികയും മറ്റെല്ലാ കണികകളെയും F=gm1m2/r² എന്ന ശക്തിയോടെ ആകർഷിക്കുന്നു എന്ന് ന്യൂട്ടന്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം പ്രസ്താവിക്കുന്നു. ഇത് G, R എന്നിവയെ യഥാക്രമം ഡാഷ് ആകുന്നു. ഓപ്ഷൻ എ ന്യൂട്ടോണിയൻ ഗുരുത്വാകർഷണ സ്ഥിരാങ്കം ആൻഡ് പിണ്ഡകേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരം. 47ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 48ാമത്തെ ചോദ്യം നോക്കാം. ആഗോള താപന സാധ്യത സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1, 4 and 5 എന്നിവ ശരിയാണ്. 48ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 49ാമത്തെ ചോദ്യം
IUPAC രസതന്ത്രത്തിലെ മികച്ച 10 സാങ്കേതിക വിദ്യകൾ 2024 പ്രഖ്യാപനത്തെ അടിസ്ഥാനമാക്കി ശരിയായ ഗ്രൂപ്പിംഗുകൾ തിരിച്ചറിയുക. ഓപ്ഷൻ എ ആക്റ്റീവ് അഡ്സോർപ്ഷൻ അപ്റ്റാമേഴ്സ് എംഎക്സിംസ് ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റേഴ്സ്. 49ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 50ാമത്തെ ചോദ്യം 2016 ആധുനിക ആവർത്തന പട്ടികയിൽ 4 പുതിയ മൂലകങ്ങൾ ചേർക്കപ്പെട്ടു. അങ്ങനെ ആവർത്തന പട്ടികയിലെ 7ാമത്തെ പീരീഡ് പൂർത്തിയായി. താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ നിന്ന് പുതുതായി ചേർത്ത മൂലകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത ഒറ്റ മൂലകം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ലിവർമോറിയം. 50ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 51ാമത്തെ ചോദ്യം നോക്കാം. ഇപ്പോൾ ഹെലന് 41 വയസ്സും മകൾക്ക് 9 വയസ്സുമാണ്. എത്ര വർഷം കഴിഞ്ഞ് ഹെലന് മകളുടെ 3 ഇരട്ടി പ്രായമുണ്ടാകും? ഓപ്ഷൻ സി 7. 51ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 52 ഒരു ഗണിത പരീക്ഷയിൽ വിജയ ശതമാനം 87.5% ആകെ 7 വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടാൽ എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടാകും? ഓപ്ഷൻ ബി 56. 52ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 53 5 പുരുഷന്മാരോ 12 സ്ത്രീകളോ അടങ്ങുന്ന ഒരു സംഘത്തിന് ഒരു പ്രത്യേക ജോലി 78 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ 5 പുരുഷന്മാരും 12 സ്ത്രീകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കും? ഓപ്ഷൻ ബി 39. 53ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 54 ഒരു ജോമെട്രിക് പ്രോഗ്രഷന്റെ 5ാമത്തെ പദവും 8ാമത്തെ പദവും യഥാക്രമം 27ഉം 729ഉമാണ്. അതിന്റെ 11ാമത്തെ പദം എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. 54ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 55 0.004 എത്ര മടങ്ങ് വലുതാണ് 0.18? ഓപ്ഷൻ ഡി 45. 55ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 56ാമത്തെ ചോദ്യം ഒരു വാട്ടർ ബോട്ടിലിന് 15 രൂപ വിലയുണ്ട്. അതിൽ കുപ്പിയുടെയും വെള്ളത്തിന്റെയും വില ഉൾപ്പെടുന്നു. വെള്ളത്തിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണെങ്കിൽ കുപ്പിയുടെ വില എത്രയാണ്? ഓപ്ഷൻ എ ₹1.50. 56ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 57 ജോൺ സോണിക്ക് 5% വാർഷിക കൂട്ടുപലിശ നിരക്കിൽ 3 വർഷത്തേക്ക് 6 ലക്ഷം രൂപ കടം കൊടുത്തു. 3 വർഷത്തിന് ശേഷം ജോണിന് എത്ര തുക ലഭിക്കും? ഓപ്ഷൻ ബി ആണ് ആൻസർ. 57ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 58 ഒരു വസ്തുവിന്റെ പകുതി ഭാഗം ഇരട്ടി വിലയ്ക്ക് വിൽക്കുമ്പോൾ ലാഭശതമാനം എത്രയാണ്? ഓപ്ഷൻ സി 300%. 58ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 59 വിരമിച്ച 9 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന്റെ ശരാശരി പ്രായം 64 ഒരംഗം ഗ്രൂപ്പ് വിടുമ്പോൾ ശരാശരി പ്രായം 62 കുറയുന്നു എങ്കിൽ പോയ വ്യക്തിയുടെ പ്രായം എത്രയാണ്? ഓപ്ഷൻ ഡി 80. 59ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി 60. 5.25 മീറ്റർ നീളത്തിലും 5.10 മീറ്റർ വീതിയിലുമായി ചതുരാകൃതിയിലുള്ള ഒരു തറ പൂർണ്ണമായി മൂടാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ചതുര ടൈലുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 1190. 60ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 61ാമത്തെ ചോദ്യം നോക്കാം. ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ തുല്യ നിരകളിൽ നിർത്തുന്നു. ഓരോ വരിയിലും 3 കുട്ടികൾ കൂടുതലാണെങ്കിൽ ഒരു വരി കുറവായിരിക്കും. ഓരോ വരിയിലും 3 കുട്ടികൾ കുറവാണെങ്കിൽ 2 വരികൾ കൂടി ഉണ്ടാകും. അപ്പോൾ ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ എണ്ണം? ഓപ്ഷൻ ബി 36. 61ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 62 85 × 87 × 89 × 91 × 95 × 96 100 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്രയാണ്? ഓപ്ഷൻ എ 0. 62ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 63 ABC DEF എന്നീ 2 മൂന്നക്ക സംഖ്യകളിൽ ABC DEF എന്നിവ വ്യത്യസ്തമായ പൂജ്യമല്ലാത്ത അക്കങ്ങൾ ആണ്. കൂടാതെ ABC + DEF = 1111 എങ്കിൽ A + B + C + D + E + Fന്റെ മൂല്യം എന്താണ്? ഓപ്ഷൻ ഡി 31. 63ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 64 കൃത്യമായ ഒരു ക്ലോക്ക് രാവിലെ 8 മണി കാണിക്കുന്നു. ഉച്ച കഴിഞ്ഞ് 2 മണി കാണിക്കുമ്പോൾ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി കറങ്ങും? ഓപ്ഷൻ ഡി 180 ഡിഗ്രി. 64ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 65
ഒരു ക്ലോക്കിൽ 5 മണി എടുക്കാൻ 8 സെക്കൻഡ് എടുക്കും. അതേ ക്ലോക്കിൽ 10 മണി എടുക്കാൻ എത്ര സെക്കൻഡ് എടുക്കും? ഓപ്ഷൻ സി 18. 65-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 66-ാമത്തെ ചോദ്യം നോക്കാം. ഒരു ക്യൂ തുടങ്ങുമ്പോൾ നിങ്ങൾ രണ്ടറ്റത്തു നിന്നും 9-ാമത്തെ വ്യക്തിയാണ് എങ്കിൽ ആ ക്യൂവിൽ എത്ര പേരുണ്ട്? ഓപ്ഷൻ സി 17. 66-ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 67. ആദ്യ 100 എണ്ണൽ സംഖ്യകൾ എഴുതിയാൽ 8 എത്ര തവണ ആവർത്തിക്കും? ഓപ്ഷൻ ഡി 20 തവണ. 67-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 68. ഇതിൽ കൂട്ടത്തിൽ കൂടാത്ത സംഖ്യ ഏത്? ഓപ്ഷൻ ബി 324. 68-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 69. ടാങ്കിന്റെ 4/1 ഭാഗത്തിൽ 135 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയും. 180 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ ടാങ്കിന്റെ എത്ര ഭാഗമാണ് നിറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ ബി 1/3. 69-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 70-ാമത്തെ ചോദ്യം. ശ്രേണിയിലെ അടുത്ത സംഖ്യ കണ്ടെത്തുക. 1, 6, 13, 24, 41. ഓപ്ഷൻ സി 66. 70-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 71-ാമത്തെ ചോദ്യം. ഡാഷ് സപ്പോസ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെന്റ്സ് ബൈ ആഫ്റ്റർനൂൺ. ഓപ്ഷൻ സി ബോത്ത് 2 and 3. 71-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 72. സ്റ്റുഡൻസ് ആർ അഡ്വൈസ്ഡ് ടു റിഫ്രെയിൻ ഡാഷ് ബാഡ് കമ്പനി. ഓപ്ഷൻ ഡി ഫ്രം. 72-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 73. എ ഫ്യൂ വർക്കേഴ്സ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സ്ട്രൈക്ക് ഡാഷ്. ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഇതിന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. ഡിഡിൻ ദേ. 73-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. വെയർ ഈസ് ദ ബസ് സ്റ്റാൻഡ് സെഡ് ദ യങ് മാൻ. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്ട് സ്പീച്ച്. ഓപ്ഷൻ സി. ദ യങ് മാൻ വാണ്ടഡ് ടു നോ വെയർ ദ ബസ് സ്റ്റാൻഡ് വാസ്. 74-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 75-ാമത്തെ ചോദ്യം. ദ സിംഗർ പെർഫോം ഡാഷ്. ഓപ്ഷൻ ഡി മെലോഡിയസ്ലി അറ്റ് ദ കൺസേർട്ട് ഫോർ 2 hours. 75-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 76. ഐ എക്സ്പ്രസ് മൈ സ്ട്രോങ് ഡിസയർ ടു ലേൺ ഡാഷ് കയാക്കിംഗ് ഡാഷ് കനോയിങ് ടു നോ ദ ഡിഫറൻസ്. ഓപ്ഷൻ സി ബോത്ത് ആൻഡ്. 76-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 77-ാമത്തെ ചോദ്യം. There are no less than 50 packets of noodles in the carton. ഇത് കറക്റ്റ് സെന്റൻസ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് എന്ന് പറഞ്ഞാൽ there are no fewer than 50 packets of noodles in the carton. 77-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 78. നെക്സ്റ്റ് ഇയർ ഐ ഡാഷ് ഗിറ്റാർ ഫോർ 20 years. ഓപ്ഷൻ ബി will have been playing. 78-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 79-ാമത്തെ ചോദ്യം. Are we not going to finish the lesson today? Change into passive voice. ഓപ്ഷൻ എ ആണ് ആൻസർ. Is the lesson going to be finished by us today? 79-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 80. His teacher tried to correct him by giving valuable advices. Correct the sentence. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. His teacher tried to correct him by giving valuable advice. ഓപ്ഷൻ സി. 80-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 81. Yesterday, Tim parked in a restricted area and the police dashed his truck. ഇതിന്റെ അർത്ഥം നമുക്ക് സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് തന്നേക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇംപൗണ്ടഡ്. 81-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 82. I was dash when they rang up and informed that I had won a lottery. Choose the correct idiom. ഓപ്ഷൻ ബി ഓൺ ക്ലൗഡ് 9. അയാളുടെ ആ ഒരു ഫീലിങ്ങിനെ എക്സ്പ്രസ് ചെയ്യാൻ ഏത് ഇഡിയമാണ് നല്ലതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓൺ ക്ലൗഡ് 9 അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. 82-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 83. It was her first appearance in public as a performer in Bollywood movies. Give one word for the words in italics. ഓപ്ഷൻ സി ഡീബട്ട്. 83-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 84. The company celebrated to the accomplishment of all their goals. Choose the antonym of the underlined word. ഓപ്ഷൻ എ ആണ് ഫെയിലിയർ. അക്കംപ്ലിഷ്മെന്റിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഫെയിലിയർ എന്ന് പറയുന്നത്. 84-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 85. The weather is suitable for sowing seeds. Choose a similar word for the underlined word. ഓപ്ഷൻ ബി congenial.
85-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 86-ാമത്തെ ചോദ്യം, ചൂസ് ദ വേർഡ് ദാറ്റ് ഈസ് സ്പെൽഡ് ഇൻകറക്ട്ലി. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 86-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 87-ാമത്തെ ചോദ്യം, റെസ്പോണ്ടസ് ഇൽ വേഴ്സ് പ്ലേറ്റ് മീൻസ്. ഓപ്ഷൻ ഡി, ആൻസർ പ്ലീസ്. 87-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 88, the thieves dashed the apartment while the family was on a vacation. ഓപ്ഷൻ എ, broke into. 88-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 89, antennas dash able cockroaches to sense their surroundings. Choose the correct prefix. ഓപ്ഷൻ സി, എൻ, ഇ എൻ. 89-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 90, the phenomenon of glowing sea water signifies changes in the marine environment. Identify the plural of the underlined word from the choices given. Option B, phenomena. 90-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 91, താഴെ കൊടുത്തവയിൽ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിന്റെ മലയാള പരിഭാഷയായ പദരൂപം ഏത്? ഓപ്ഷൻ ബി, മാനക ഭാഷ. 91-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. പ്രേക്ഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി, പ്രേക്ഷക. 92-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 93, താക്കോൽ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ ബി, താഴ് പ്ലസ് കോൽ. 93-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 94, താഴെ കൊടുത്തവയിൽ ശരിയായ പദരൂപം ഏത്? ഓപ്ഷൻ ഡി ആണ് ശരി, വിദ്യാർത്ഥി. 94-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 95, ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി, അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. 95-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 96, താഴെ കൊടുത്തവയിൽ ബഹുവചന രൂപം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ, മാരാർ. 96-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 97, പാർവതി ജാനി എന്ന പദം ഘടകപദങ്ങളായി വേർതിരിക്കുന്നത് എങ്ങനെ? പാർവതി ജായയായിട്ടുള്ളവൻ. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 97-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 98, സർപ്പന്യായം എന്ന ശൈലിയുടെ അർത്ഥം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി, അന്യരുടെ അധ്വാനത്തിന്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക. 98-ാമത്തെ സി. 99, പ്ര പ്ലസ് മാനം എന്നീ ശബ്ദങ്ങൾ ചേർത്തെഴുതിയാൽ കിട്ടുന്ന രൂപം ഏത്? ഓപ്ഷൻ ഡി, പ്രമാണം. 99-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 100, തുടക്കം തന്നെ ഒടുക്കവുമായി തീരുന്ന അവസ്ഥയെ കുറിക്കുന്ന പഴഞ്ചൊല്ല് ഏത്? കന്നി പറക്കലും കട്ടലാട്ടവും ഒരുമിച്ച്. ഓപ്ഷൻ സി. 100-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇതാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 1-ലെ 100 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ഇനി ഫേസ് 2 എക്സാം ഉള്ളവർ ഈ ചോദ്യങ്ങളെല്ലാം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളും നന്നായിട്ടൊന്ന് നോക്കി പോവുക. കാരണം ഇതിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഫേസ് 2 ഉള്ളവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുക. നമ്മൾ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ ഒരു PYQ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്.